നമസ്കാരം, ടി ജെ വ്ളോഗ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് ലാബിന്റെ തന്നെ പപ്പീസാണ്. വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ BISS ഇന്ത്യൻ ജാമ്യ ചിന്നാൻ സ്ലാങ്ങറിന്റെ കുട്ടിയാണ് അമ്മ വരുന്നത്. അതിന്റെ അമ്മ വരുന്നത് ഇന്ത്യൻ ജാമ്യൻ ഓസ്കാറിന്റെ കുട്ടി. അപ്പൊ ഇപ്പം ചെയ്തിരിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പഞ്ചാബ് ലൈന് മെയിലാണ് ചെയ്തിരിക്കുന്നത്. എൻ്റെ കയ്യിൽ ഷാഡോ എന്ന് പറഞ്ഞ മെയിലാണ്. അത് വരുന്നത് ചോട്ടുവിന്റെ ഡയറക്റ്റ് കുട്ടിയാണ്. അമ്മ വരുന്നത് സുൽത്താൻ എന്ന് പറഞ്ഞൊരു പഞ്ചാബ് മെയിലുണ്ട്, കാസർഗോഡ് കൊടുക്കുന്നത്. അതിന്റെ ആ ലൈൻസിൽ വന്ന കുഞ്ഞുങ്ങളാണ്. അപ്പൊ അമേരിക്കൻ ലൈനേജില്, അമേരിക്കൻ യൂറോപ്യൻ ലൈനേജില് പഞ്ചാബിലെ മെയില് മിക്സ് ആക്കി വന്ന കുഞ്ഞുങ്ങളാണ്. അപ്പൊ ഹെവി ഹെഡ് ബോഡി ഉള്ള പപ്പീസിനെ ആവശ്യമുള്ളവരെ കോണ്ടാക്ട് ചെയ്യുക. അപ്പൊ ബാക്കി പപ്പീസിന്റെ മൊത്തം വീഡിയോസും ബാക്കിയുള്ള ഡീറ്റെയിൽസും എല്ലാം കൂടെ ഈ വീഡിയോ തന്നെ ഉൾക്കൊള്ളിക്കുന്നതായിരിക്കും. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പൊ ഈ പപ്പീസ് ഒക്കെ പഞ്ചാബ് ലൈൻസ് എന്നല്ല പറഞ്ഞത്. അപ്പൊ ഈ പഞ്ചാബ് ലൈൻസിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ഈ പഞ്ചാബ് ലൈൻസ് ഇത് തനി പഞ്ചാബ് എന്ന് പറയാൻ പറ്റില്ല. ഇതിന്റെ അമ്മ വരുമ്പോൾ നമ്മുടെ അമേരിക്കൻ യൂറോപ്യൻ മിക്സ് ആണ് വരുന്നത്. അപ്പൊ ഇത് BISS ഇന്ത്യൻ ജാമ്യ ചിന്നാൻ സ്ലാങ്ങറിന്റെ കുട്ടി അമ്മ ഈ കിടക്കുന്നത്. അതേപോലെ തന്നെ അപ്പം വരുന്നത് അമ്മയുടെ ഇതിന്റെ അമ്മ വരുന്നത് നമ്മുടെ ഇന്ത്യൻ ചാമ്പ്യൻ ഓസ്കാറിന്റെ കുട്ടിയാണ്. അപ്പൊ ആ ലൈൻസ് അമേരിക്കൻ യൂറോപ്യൻ മിക്സ് വരുന്ന ലൈൻസ് ആണ്. അതിനകത്ത് ഇത് പഞ്ചാബ് മെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കയ്യിലൊരു അമേരിക്കൻ ലൈനേജ് ഫീമെയിൽ, അമേരിക്കൻ യൂറോപ്യൻ ലൈനേജ് ഫീമെയിലിനെ ഞാൻ കാസർഗോഡ് സുൽത്താൻ എന്ന മെയിലിൽ കൊണ്ട് ക്രോസ് ചെയ്തിറങ്ങിയ ഒരു കുട്ടി ഉണ്ടായിരുന്നു. ആ കുട്ടീനെ നമ്മുടെ ചോട്ടു എന്ന പഞ്ചാബ് മെയിലാണ്. അത് ക്രോസ് ചെയ്ത് ഇറങ്ങിയതാണ് ഇതിന്റെ ഫാദർ വരുന്നത്. ഈ കുഞ്ഞുങ്ങളുടെ ഷാഡോ കുഞ്ഞ മെയിലാണ്. ഷാഡോയുടെ വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനലിൽ മുമ്പിലിട്ടുണ്ടായിരുന്നു, ഷാഡോയുടെ ചെറുപ്പത്തിലൊക്കെ ഉള്ളത്. അപ്പൊ ഷാഡോയ്ക്ക് ഇവളിൽ ചെയ്തിറങ്ങിയ കുട്ടികളാണ്. അപ്പോൾ വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്കൻ ലൈനേജ് ലാബിനെക്കാട്ടും കുറച്ചും കൂടെ ഒരു 30% ഒരു കൂടുതലായിട്ട് ഹെഡ് സൈസ് വരുള്ളൂ. സാധാരണ ഒരു അമേരിക്കൻ ലൈനേജ് ലാബിനെക്കാട്ടും കുറച്ചും കൂടെ ഹെഡ് സൈസിൽ കുറച്ചും കൂടെ ബോൺ സൈസ് എല്ലാം കൂടിയിട്ട് വരുന്ന ഒരു ലൈൻസിൽ ഈ പപ്പീനെ കിട്ടും. അപ്പൊ നമുക്കിപ്പം വീട്ടില് എന്താ പറയാ പെറ്റായിട്ട് വളർത്താൻ ഉദ്ദേശിക്കുന്നവര്, പിന്നെ ഒരു കാണാൻ ലുക്കില് എന്നുവെച്ചാൽ അമേരിക്കൻ ലൈനേജിനെക്കാളും കുറച്ചും കൂടെ ലുക്കിൽ കിട്ടുന്ന രീതിയിൽ കുഞ്ഞുങ്ങളെ വാങ്ങാൻ താല്പര്യമുള്ളവര് ഈ പപ്പി എടുക്കാവുന്നൊരു പപ്പിയാണ്. പിന്നെ എനിക്ക് ഇടയ്ക്കും വിളി വരുന്നില്ല. അമേരിക്കൻ ലൈനേജ് തന്നെ ഇടുമ്പോൾ ഈ പഞ്ചാബ് ലൈനിന്റെ മിക്സ് ആയിട്ടുള്ള കുഞ്ഞുങ്ങൾ ഏതെങ്കിലും ഉണ്ടോ എന്ന് വെച്ച് കുറേ പേര് വിളിച്ചായിരുന്നു. അപ്പൊ അവർക്ക് എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് പെറ്റായിട്ട് വീട്ടിൽ ഒരു ആൾക്കാർ കാണുമ്പോൾ ഒരു സ്റ്റൈലിന് വേണ്ടിയിട്ട് അങ്ങനെയുള്ള ഉദ്ദേശത്തിൽ ലാബിനെ വേണ്ടവർക്ക് പറ്റിയ കുഞ്ഞുങ്ങളാണ്. അപ്പൊ ഇപ്പം ഇതിനെ കണ്ടു കഴിഞ്ഞാൽ ഏകദേശം വാലൊക്കെ എന്നൊക്കെ പറഞ്ഞാൽ ഷോർട്ട് ടെയിലാണ്, നല്ല സ്ട്രെയിറ്റ് തന്നെ കിട്ടി. പിന്നെ കയ്യും കാലും വാലും ഇതൊക്കെ ഒരു അമേരിക്കന്റെ ഇതിനെ കൂടെ കിട്ടിയിട്ടുണ്ട്. പക്ഷെങ്കിൽ ചെറിയ ലൂസ് സ്കിൻ ഉണ്ട്. ലൂസ് സ്കിൻ എന്ന് പറഞ്ഞാൽ ആ പഞ്ചാബ് ലൈനിന്റെ ഒരു ചെറിയ ലൂസ് സ്കിന്നും കൂടെ ഈ പപ്പിക്കുണ്ട്. ഇപ്പൊ അവൈലബിൾ ആയിട്ടുള്ള എത്ര ഫീമെയിലും എത്ര മെയിലും ഉള്ളത്? ഇപ്പൊ ഇതിനകത്ത് 4 ഫീമെയിൽ പപ്പിയാണ്, 4 ഫീമെയിൽ പപ്പിയും 2 മെയിൽ പപ്പിയാണ്. അപ്പം ബ്രീഡിങ് ചെയ്യിക്കുന്നതിനും കുഴപ്പമില്ല. എന്ന് വെച്ചാല് നല്ല ഹെഡ് സൈസിൽ ഫീമെയിൽ നല്ല ഹെഡ് സൈസും ആയിരിക്കും. അപ്പൊ കുഞ്ഞുങ്ങളെ നോക്കാൻ വരുമ്പോഴത്തേക്ക് ആൾക്കാർക്ക് ഫീമെയിലിന്റെ ഒരു ഇത് നോക്കിയിട്ട് നല്ല മെയിലിൽ കൊണ്ട് ചെയ്യിക്കുവാണെങ്കിൽ അമേരിക്കൻ ലൈനേജിൽ തന്നെ നല്ല സൂപ്പർ ഹെഡിൽ ഒരു പപ്പീസ് പ്രൊഡ്യൂസ് ചെയ്യും. അപ്പൊ പിന്നെ ഇതിനകത്ത് 2 നല്ല ടെററാണ്. അമേരിക്കൻ ലൈനേജിന്റെ ഇത് വരുന്നുണ്ട്. വിരാൻ നടക്കുന്ന കുഞ്ഞുങ്ങൾ അത് കിടന്ന് കാർന്ന് കേൾക്കുമ്പോൾ തന്നെ അറിയാം അതിന്റെ ഒരു സ്വഭാവം. ഇപ്പൊ ഞാൻ ഇപ്പൊ പപ്പീസിനെ ഇപ്പൊ തിരുവനന്തപുരം തൊട്ട് കാസർഗോഡ് വരെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ പപ്പീസിനെ കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് എല്ലാരും വിളിക്കുന്നതിന്റെ കാരണം എന്ന് വെച്ചാല് ഈ പട്ടി ആൾക്കാർ വീട്ടിൽ ചെല്ലുമ്പോൾ തന്നെ ഡോഗ് കൊരിക്കുമ്പോ ലാബ് കൊരിക്കുവോ, ലാബ് ഇങ്ങനെയാണോ, പക്ഷെ നമ്മുടെ ലാബൊന്നും കൊരിക്കൂല, അനങ്ങാതിരിക്കും എന്നുള്ളൊരു കണ്ടീഷനില് ആൾക്കാര് അങ്ങനെയാണ് എനിക്ക് കോണ്ടാക്ട് കുറെ വരുന്നത്. ഇപ്പൊ ഞാൻ ഇന്നലെ തിരുവനന്തപുരത്തേക്ക് ഒന്നിനെ കയറ്റി വിട്ടായിരുന്നു. അവിടെ വന്നു കഴിയുമ്പോഴത്തേക്ക് അതിന്റെ കാർച്ചാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 3 വീട്ടുകാരെ ഉറക്കിയിട്ടില്ല പട്ടി. അപ്പൊ തന്നെ എന്നെ വിളിച്ചിട്ട് വെച്ച് ഇതിന്റെ ഇങ്ങനെയായിരുന്നു. ഞാൻ പറഞ്ഞത് അമേരിക്കൻ ലൈനേജാണ്, കൊരിക്കുന്ന പട്ടിയെ ഈ കാറുന്ന പട്ടിയെ കൊരിക്കുള്ളൂ. ഇതിന്റെ ഏതൊക്കെ കളറാണ് അവൈലബിൾ ആയിട്ടുള്ളത്? ഇപ്പൊ കളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇത് വൈറ്റ് ആണ്, വൈറ്റ്, ഓഫ് വൈറ്റ്, ക്രീം, ബിസ്ക്കറ്റ്, അങ്ങനെ 4 കളറിലുണ്ട് ഈ 6 പപ്പീസില്. അപ്പൊ ബിസ്ക്കറ്റ് വേണ്ടവർക്ക് ബിസ്ക്കറ്റ് ഉണ്ട്, ഓഫ് വൈറ്റ് 2 ഉണ്ട്, വൈറ്റ് 2 ഉണ്ട്. അങ്ങനെ എല്ലാ കളറും അവൈലബിൾ ആണ് ഇതിനകത്ത്, വൈറ്റിനകത്ത്.
ഈ പപ്പീസ് ഈ ചെറുപ്പത്തിലുള്ള സെയിം കളർ തന്നെയാണോ വലുതാകുമ്പോഴുണ്ടാവുക? ഏകദേശം നമ്മുടെ ഈ കളറിൽ ഏകദേശം 90% ഈ കളർ തന്നെയായിരിക്കും. ഈ രോമം എല്ലാം പൊഴിഞ്ഞു പോയിട്ട് പുതിയ രോമം കട്ടിക്ക് വരും. അപ്പൊ കുറച്ചും കൂടെ ഒന്ന് ചിലത് ഡാർക്ക് ആവും, ചിലത് മങ്ങും, അങ്ങനെ വരും. പക്ഷെങ്കിൽ ചെറുപ്പത്തിൽ തന്നെ നമുക്ക് തിരിയും ഇത് എങ്ങനെയാ വരുന്നതെന്നൊക്കെ. എന്ന് വെച്ചാൽ ഇപ്പൊ ഈ പപ്പിയുടെ നെറ്റിയൊക്കെ ഉണ്ടല്ലേ, നല്ല ചുളുക്കോ ആ പഞ്ചും ആ കവളിങ്ങും ഒക്കെ ഉണ്ട്. അപ്പൊ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇത് നമ്മുടെ യൂറോപ്യൻ ടൈപ്പിലാണ് ഈ പപ്പി ഇരിക്കുന്നത്. ഇതിന്റെ ടെയിലും വാലും കയ്യും കാലും ഒക്കെ യൂറോപ്യൻ ടൈപ്പിലാണ് ഇരിക്കുന്നത്. ടെയില് നല്ല സ്ട്രൈറ്റ് ആണ്, ടെയില് ഷോർട്ടും ആണ്. അപ്പൊ ഇത് ഏകദേശം അമേരിക്കൻ ലൈനേജ് യൂറോപ്യൻ മിക്സിൽ തന്നെയാണ് കുഞ്ഞിരിക്കുന്നത്. 30% ഹെഡ് സൈസിലും ഗ്രോത്ത് വരും. പിന്നെ ചെറിയൊരു ലൂസ് സ്കിൻ ഉണ്ട്. ലൂസ് സ്കിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല തലയിൽ നല്ല ഹെഡ് സൈസിൽ വരും. അപ്പൊ ഇതിനകത്ത് ഇപ്പൊ ഫീമെയിലിനെ ഇപ്പൊ രണ്ടുപേരെയും മിക്സ് ഉണ്ടോന്ന് ചോദിച്ചപ്പോ പപ്പി ഉണ്ടപ്പം തന്നെ പറഞ്ഞ ഞാൻ ഒരു 31 ദിവസമായി. അപ്പൊ ഇത് വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ തന്നെ വരും എന്നുള്ള പ്രതീക്ഷയിലാണ്. അപ്പൊ ആവശ്യക്കാര് കോണ്ടാക്ട് ചെയ്യുക. പിന്നെ അത് കൂടാതെ തന്നെ സ്റ്റഡ് എടുത്ത അമേരിക്കൻ യൂറോപ്യൻ മിക്സ് മെയില് ബ്ലാക്ക് ഉണ്ട്, വൈറ്റ് ഉണ്ട്, ഫീമെയിൽസും ഉണ്ട്. അപ്പൊ ഈ പപ്പീസിന് 30 ദിവസമായി എന്നല്ലേ പറഞ്ഞത്? അപ്പൊ ഒരു അത്യാവശ്യം ഒരു വെയിറ്റ് ഉണ്ട് ഇവർക്ക്. അപ്പം ഒരു 30 ദിവസം കൊണ്ട് ഒരു ഹെൽത്തി ആയിട്ടുള്ള പപ്പിക്ക് എത്ര കിലോ വെയിറ്റ് വരെ വരാം? നോർമൽ ആണെങ്കിൽ സാധാരണ 1.5 കിലോ 2 കിലോ നടന്നത്. പക്ഷെ ഈ പപ്പീസ് ഒരു 3-3.5 അടുത്ത്, ഇതൊരു 3.5 കിലോയ്ക്ക് അടുത്തുണ്ട് തൂക്കം. പിന്നെ 3 കിലോ വരെ ആവറേജ് എനിക്കിവിടെ തൂക്കം വരുന്നുണ്ട്. എന്ന് വെച്ചാൽ എന്റെ കയ്യിലുള്ള ആ മെയിൽസിന് ഇതിന്റെ പ്രൊഡ്യൂസിങ്ങിന്റെ ഇതിലാണ് ഈ ഹെഡ് സൈസും ബോഡി ഷേപ്പും ഇതൊക്കെ വരുന്നത്. അപ്പൊ എന്നോട് പലരും ചോദിച്ചിട്ടുണ്ട്, ഇതന്നെ ജോബിയാരുടെ അടുത്ത് സ്റ്റഡ് എടുക്കുന്ന പപ്പിയാണെങ്കിലും ഈ പപ്പിയാണെങ്കിലും ഒരു ക്യൂട്ടും ഒരു മുഖത്തിനും കൈയും കാലൊക്കെ നല്ല വണ്ണം. അതൊക്കെ എന്ന് പറഞ്ഞാൽ ആ ബ്ലഡ് ലൈനും പിന്നെ ആ ഒരു പ്രൊഡ്യൂസിങ്ങിന്റെ ഒരു പവറാണ്. ഇപ്പൊ സാധാരണ വരുന്നത് 30-70 ആണ് പറയുന്നത്. വെച്ചാൽ 30% അപ്പന്റെയും 70% അമ്മയുടെയും ഒരു കണ്ടീഷനിലാണ് സാധാരണ പപ്പി വരുന്നത്. അപ്പൊ ഞാനിവിടെ നിർത്തുമ്പോൾ എപ്പോഴും ക്രോസ് ചെയ്യുമ്പോൾ കുഞ്ഞുങ്ങൾ നല്ല കണ്ടീഷനിൽ വരുന്നുണ്ടെങ്കിൽ മാത്രമേ അവിടെ മെയിലിനെ നിർത്തുള്ളൂ. അല്ലെങ്കിൽ കൊടുത്തൊഴിവാക്കിയിട്ട് അടുത്ത മെയിലിനെ എടുക്കലാണ് സാധാരണ ചെയ്യുന്നത്. അപ്പൊ നമുക്കൊരു പപ്പാതി വെച്ച് കിട്ടുന്ന ഒരു കണ്ടീഷനിലാണ്. അപ്പൊ ഇതിന്റെ അപ്പനെ ഞാൻ കൊടുത്തു. ഇവന്റെ അപ്പനെ കൊടുത്തെന്ന് പറഞ്ഞാൽ ഇവന്റെ അപ്പന്റെ കഴിഞ്ഞ ലെറ്ററിലും ഈ ലെറ്ററിനകത്തുള്ള പപ്പീസിൽ അപ്പന്റെ ഒരു കണ്ടീഷൻ കിട്ടുന്നില്ല, എല്ലാം അമ്മ സൈഡിൽ തന്നെ വരുന്നത്. അപ്പൊ അത് കാരണമാണ് ഞാൻ ഇവന്റെ അപ്പനെ കൊടുത്തത്. അപ്പനെ നല്ല പൈസക്കാണ് കൊടുത്തത്. അപ്പം അത് പ്രൊഡ്യൂസ് ചെയ്യും. ഇപ്പോൾ ഓസ്കാർ ബ്ലാക്ക് ഡോമിനന്റ് പ്രൊഡ്യൂസർ ആയിരുന്നു. അതിന് ബ്ലാക്ക് മാത്രമേ ഇറങ്ങുള്ളൂ. എന്നുവെച്ചാൽ അവന്റെ കണ്ടീഷനിലാണ് ഒരു 60% കുഞ്ഞുങ്ങൾ വന്നിരുന്നത്. അതുപോലെ ചാർക്കോൾ 2 ടൈപ്പ് പ്രൊഡ്യൂസിങ് ഉണ്ടായിരുന്നു. ഒന്ന് അവന്റെ ഒരു ഷേപ്പും പിന്നെ അവന്റെ അമ്മയുടെ അപ്പന്റെ കാർമട്ടോമിന്റെ ഒരു കണ്ടീഷനിലും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ ഡീസൽ എന്ന് പറഞ്ഞാൽ വേറൊരു രീതിയാണ്. അവന്റെ ഇന്ത്യൻ ജാമ്യന എന്നുള്ള കണ്ടീഷൻ ഉണ്ടായിരുന്നുള്ളൂ. അവന് ഫുൾ അമ്മ സൈഡായിരുന്നു. എന്ന് വെച്ചാൽ അവന്റെ ഒരു കണ്ടീഷനിൽ കുഞ്ഞുങ്ങള് എനിക്ക് ആ ചാർലിൽ നിന്ന് ഒരു മെയിൽ മാത്രമേ ഇട്ടുള്ളൂ. ബാക്കി എല്ലാം എന്നാ പറയാ അമ്മ സൈഡിൽ കയറിയിട്ട് പിടിച്ചോണ്ടിരുന്നത്. അപ്പൊ ഓരോ മെയിലിനും ഓരോ സ്വഭാവമാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിന്റെ. അപ്പൊ ഇതിപ്പം വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഓസ്കാർ, ഡീസൽ, MBS ചിന്നാർ സ്ലാങ്കർ, അതേപോലെ തന്നെ ഈ 3 ടൈപ്പും വന്ന് കയറിയിട്ടുണ്ട്. ഇതിനകത്ത് മിക്സഡ് ആയിട്ടുള്ള പപ്പിയാണ് ഇപ്പം വന്നിരിക്കുന്നത്. ജൂബിയുടെ ഒരു എബോവ് 15 ഇയേഴ്സ് ആയി ഈ ഒരു ഫീൽഡില്. അപ്പൊ ഇപ്പൊ ഒരു പപ്പിനെ കണ്ടു കഴിഞ്ഞാൽ ഇത് ഏത് ഷേപ്പിലായിരിക്കും അത് ഫ്യൂച്ചറിൽ ഉണ്ടാവാന്ന് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുമോ? മനസ്സിലാവും. ഇതെന്ന് വെച്ചാൽ ഇതിന്റെ ഇപ്പൊ ഈ പപ്പി ആണെങ്കിൽ ഇതിന്റെ അമ്മ എന്റെ ബ്രീഡിങ്, അപ്പൻ എന്റെ കയ്യില്, പിന്നെ അപ്പന്റെ അമ്മ അമ്മയുടെ അമ്മ എന്റെ കയ്യില്. ഇതിന്റെ ഇപ്പം ഇതെന്ന് പറഞ്ഞാൽ ഈ ക്യൂട്ട്നെസ് വന്നത് മൊത്തം ഓസ്കാറിന്റെ ഒരു പഞ്ചിങ്ങും ഇതൊക്കെയാണ് ഇത് വന്നിരിക്കുന്നത്. ഈ വാലിന്റെ കണ്ടീഷനും ഹെയറും ഇതെല്ലാം ഓസ്കാറിന്റെ ഒരു കണ്ടീഷനിലാണ് വന്നത്. അപ്പൊ അവന്റെ പപ്പീസിൽ ഓസ്കാറിന്റെ പപ്പി അവന് ആ ഫീമെയിൽസിൽ ഇപ്പൊ എങ്ങനത്തെ മെയിൽ ചെയ്താലും ആ ഹെയറും വാലും കട്ടിയും ഇതെല്ലാം കിട്ടുന്നുണ്ട്. ഇത് ഏകദേശം കോമ്പാറ്റില് ഹെവി ഹെഡ് എന്ന കണ്ടീഷനിലാണ് ഈ കുഞ്ഞ് വരിക. പിന്നെ ഏകദേശം ഞാൻ സ്റ്റഡ് എടുക്കാൻ നേരത്തും അപ്പന്റെ ഒരു കണ്ടീഷൻ വെച്ചിട്ടാണ് സ്റ്റഡ് എടുക്കുകയും ചെയ്യുന്നത്. അപ്പം ഏകദേശം ഞാൻ കൊടുത്തിട്ടിട്ട് ഒരു 99% ഫാൾട്ട് ഒന്നും വന്നിട്ടില്ല. പിന്നെ ദൈവത്തിന്റെ ഓരോ ഇതുപോലെ നല്ല ടൈം ആണെങ്കിൽ നമ്മൾ കച്ചിത്തുരുമ്പ് അത് കയറി പോവാൻ വേണ്ടി എന്ന് പറഞ്ഞ പോലെയാണ്. അപ്പൊ ഇതിങ്ങനെയായിരിക്കും. നമുക്കിപ്പോ ഓരോ കുഞ്ഞിനെ കാണുമ്പോഴല്ലോ എന്റെ കയ്യും കാലും വാലും നടത്തവും നിപ്പും ഒക്കെ കാണുമ്പോ അവന്റെ അപ്പന്റെ നമുക്ക് ഏത് സ്വഭാവം നമ്മുടെ മനസ്സിലുണ്ടല്ലോ, അത് വെച്ചെടുക്കുന്നതാണ്. ഇപ്പൊ എഡ്ജിലുള്ള ഓരോ ലൈൻസിനും ഡിഫറെന്റ് വാക്സിനേഷൻ ആണോ അല്ലെങ്കിൽ കോമൺ ആണോ? കോമൺ ആണ്. കോമൺ എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മളിപ്പോ ഏത് ബ്രീഡ് ഡോഗ് ആണെങ്കിലും അതിന് വിരക്കുള്ള മരുന്ന് നമ്മൾ ഫസ്റ്റത്തെ 10-ാം ദിവസം കൊടുക്കും, 25-ാം ദിവസം കൊടുക്കും, പിന്നെ 40-ാം ദിവസം, 45-ാം ദിവസം വാക്സിനേഷൻ. അപ്പൊ എല്ലാത്തിനും സെയിം വാക്സിനേഷൻ ആണ് ഡോഗ്സിന് മൊത്തത്തിൽ. അപ്പൊ പപ്പി DP നമ്മൾ അടിക്കും. പപ്പി DPക്ക് എന്ന് പറഞ്ഞാൽ ഇപ്പം ഓരോ സ്ഥലത്തും ഓരോ ഇത് നമ്മൾ പപ്പി DP എന്ന് പറയുന്നുള്ളൂ.
ഇപ്പൊ കാൻഡിജൻ, മെഗാവാക്ക്, അങ്ങനെ നിയോ, അങ്ങനെ ഓരോ കമ്പനിയുടെ വേറെ വേറെ കമ്പനിയുടെ വരുന്നുണ്ട്. അത് ഓരോ സ്ഥലത്ത് തിരുവനന്തപുരത്ത് നമ്മൾക്ക് ഇവിടെ കിട്ടുന്ന മെഗാവാക്കോ കാൻഡിജനോ അതൊന്നും അല്ല അവിടെ കിട്ടുന്നത്, അവിടെ വേറെ ഏതോ കമ്പനിയാണ് വരുന്നത്. അപ്പൊ അതങ്ങനെ മാറി മാറി വരും. ചിലര് ഈ 40 ദിവസത്തിൽ അടിക്കൂല. ഇപ്പൊ ഞാനിപ്പോ ഇവിടെ കൊടുത്തപ്പോ കർണാടകത്തിൽ കൊടുക്കുമ്പോ അവര് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു 60 ദിവസം ആകുമ്പോ 11 ദിവസത്തിനുള്ള ഈ ചെറിയ ഡോസ് ഇല്ല, അത് ഒറ്റ ഡോസ് അതിന്റെ ബൂസ്റ്റർ കൊടുക്കും. പിന്നെ പേവിഷബാധ 90 ദിവസം കഴിഞ്ഞേ എടുക്കുള്ളൂ. അവരങ്ങനെ കുറച്ച് ലേറ്റ് ആയിട്ടാണ് മൊത്തം ചെയ്യുന്നത്. നമ്മളിവിടെ എല്ലാം നേരത്തെ 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 ചെയ്യും. പിന്നെ ഇവിടെ എന്ന് പറഞ്ഞാൽ ഡോക്ടർമാർക്ക് എന്ന് പറഞ്ഞാൽ ഈ 40 ദിവസം കൊണ്ട് അടിക്കുമ്പോൾ നമ്മുടെ കുഞ്ഞിന് 4.5 കിലോ 5 കിലോ തൂക്കം വരും. സാധാരണ കുഞ്ഞുങ്ങൾ 45 ദിവസം ആകുമ്പോഴത്തേക്ക് ഒരു 3 കിലോ ഒക്കെ വരുള്ളൂ. അപ്പൊ നല്ല ഹെൽത്തി പപ്പി ആണെങ്കിൽ അത് ഇഞ്ചക്ഷൻ ചെയ്താൽ ക്ഷീണമൊന്നും ഇല്ലാതെ ഒരു കുഴപ്പം. ചില പപ്പിക്ക് അടിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ക്ഷീണം കഴിക്കും, 2 ദിവസത്തേക്ക് ഭക്ഷണം കഴിക്കാനും മടിയും, ചിലതിന് പനിക്കുകയൊക്കെ ചെയ്യും. അങ്ങനെയൊന്നും നല്ല ആരോഗ്യമുള്ള പപ്പിയാണെങ്കിൽ വരില്ല. ഈ അമേരിക്കനും യൂറോപ്പിനും പഞ്ചാബ് ലൈൻസും ഒക്കെ ഈ ലൈഫ് സ്പാൻ എങ്ങനെയാണ്? അത് ഡിഫറൻസ് ആണോ? എന്തെങ്കിലും മാറ്റമുണ്ട് ഇവരുടെ? ഡിഫറൻസ് ഉണ്ട്. ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ അമേരിക്കൻ ആണെങ്കിൽ 14-15 വയസ്സ് വരെയാണ് അവരുടെ ആയുസ്. യൂറോപ്പിനാണെങ്കിൽ 12-14 വയസ്സ് വരെ. പിന്നെ പഞ്ചാബ് ലൈൻ എന്ന് പറയുമ്പോഴത്തേക്ക് സാധാരണ നമ്മുടെ ഇതിന്റെ കൂടെ തന്നെയാണ് വരുന്നത്. പക്ഷെങ്കിൽ 5-6 വയസ്സ് കഴിയുമ്പോഴത്തേക്ക് മിക്കതും അസുഖവും ഇതെല്ലാം വന്നു സൈഡ് ആവുന്നതാണ് കാണുന്നത്. അതേപോലെ പെറ്റ് ക്വാളിറ്റി ആകുമ്പോൾ 8-10 വയസ്സ് വരെ. അങ്ങനെ ഇതെല്ലാം ഡിഫറൻസ് ഉണ്ട്. ഇപ്പൊ ഓരോ ബ്രീഡിലും ഓരോ ടൈപ്പാണ് അതിന്റെ ലൈഫ് എന്ന് വെച്ചാല്. ഇപ്പൊ നമ്മുടെ ഇതിന്റെ അല്ല പൊമേറിന്റെ, സ്പിറ്റ്സിന് വേറെയാണ്, പിന്നെ ജർമ്മൻ ഷെപ്പേർഡിന് വേറെയാണ്. എല്ലാ ഡോഗ് ബ്രീഡിലും അതിൻ്റെതായ വ്യത്യാസങ്ങളുണ്ട്. ഈ ജീവിതശൈലി അതിന്റെ ഒക്കെ വെച്ചിട്ടാണ്. ഇംഗ്ലീഷ് മസ്റ്റിഫൊക്കെയാണ് 5-6 വയസ്സ്, അത്രേ ഉള്ളൂ. അപ്പം എല്ലാം ഡിഫറൻസ് ആണ്. ഏറ്റവും കൂടുതൽ ലൈഫ് ഉള്ളതും ഏറ്റവും കൂടുതൽ രോഗപ്രതിരോധ ശേഷി ഉള്ളതും നമ്മുടെ അമേരിക്കനും യൂറോപ്പിനും ഈ 2 ലൈൻസിനാണ് വരുന്നത്. ചില ഡോഗ്സിന് നമുക്ക് ചില ക്ലൈമറ്റ് പിടിക്കില്ല. ഇപ്പം ഹസ്കിക്കൊക്കെയാണ് ഭയങ്കര കൂൾ ആയിട്ടുള്ളൊരു ഏരിയ വേണം നമുക്ക് കേട്ടിട്ടുണ്ട്. അപ്പം ഈ ലാബിന് എങ്ങനെയാണ്? ലാബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അമേരിക്കനും യൂറോപ്പിനും നാടൻപട്ടി പോലെ തന്നെ. നമുക്ക് എത്ര ചൂടുണ്ടെങ്കിലും എത്ര കാലാവസ്ഥ ഉണ്ടെങ്കിലും നമ്മൾ അതിനനുസരിച്ച് ശേഷം വെള്ളവും കൊടുത്ത് ഒരു കണ്ടീഷൻ നിൽക്കുവാണെങ്കിൽ ആ പട്ടിക്ക് ഇതിനൊരു കുഴപ്പം വരില്ല. പക്ഷേങ്കില് ചൂട് കൂടുമ്പോൾ രോമം നമുക്കിപ്പോ 2 രീതിക്ക് തന്നെ രോമം പൊടിയുന്നുണ്ട്. ഒന്ന് നമ്മുടെ ഏപ്രിൽ മെയ് മാസം കഴിഞ്ഞ് ജൂൺ മാസം തുടങ്ങുമ്പോൾ ഒന്ന് രോമം പൊടിഞ്ഞിട്ട് നമുക്ക് തിരിയില്ല, പക്ഷെ പുതിയ രോമങ്ങൾ വരും. അതേപോലെ തന്നെ ഈ ചൂട് തുടങ്ങാനാവില്ലേ, ജനുവരി മാസം കഴിയുമ്പോഴത്തേക്ക് ഒന്നുകൂടെ പൊഴിയാൻ തുടങ്ങും. പൊഴിഞ്ഞിട്ട് അത് ഒരു ഓട്ടോമാറ്റിക്കായിട്ട് കിളുക്കും. അത് കഴിഞ്ഞിട്ട് 4 മാസം കഴിയുമ്പോൾ 5 മാസം കഴിയുമ്പോഴത്തേക്ക് അടുത്ത പിന്നെ ഒരു 6 മാസം, വർഷത്തിൽ 2 പ്രാവശ്യം ഇത് പൊഴിയും. പക്ഷേങ്കിൽ നമ്മുടെ പഞ്ചാബിലെ ലാബിന് നമ്മുടെ ഈ ഏപ്രിൽ മെയ് മാസം ചൂട് സഹിക്കാൻ ഭയങ്കര വിഷമമായിരിക്കും. അത് ഫുൾ ടൈമും കടന്ന് വാ തുറന്ന് വെച്ചിട്ട് അണച്ച് ഇങ്ങനെ എന്നാ പറയുക, ഒരു നമ്മളിപ്പോ വെള്ളം ബക്കറ്റ് വെച്ച് കഴിഞ്ഞാൽ തന്നെ അത് തട്ടിമറിച്ച് അതിനകത്ത് കിടക്കും. അങ്ങനെ ഒരു എന്നാ പറയുക, ചൂട് ഒട്ടും താങ്ങാൻ പറ്റാത്ത ഒരു ഇതിലാണ് പഞ്ചാബിലെ വരുന്നത്. പക്ഷെ പഞ്ചാബിൽ തണുപ്പുള്ള കാലാവസ്ഥയാണ്. അപ്പൊ ആ കാലാവസ്ഥയിൽ നിന്ന് ഇങ്ങോട്ടേക്ക് മാറിയതിന്റെ ഒരു വിഷമവും അതിന്റെ വ്യത്യാസം വരും. ഇപ്പൊ നമ്മൾ ഇവിടെ തന്നെ ഇറങ്ങിയ ഇതിനാണെങ്കിൽ കുറച്ച് വ്യത്യാസമൊക്കെ വരുന്നുണ്ട് മിക്സ് വരുമ്പോഴത്തേക്ക്. കുളിപ്പിക്കുന്നതൊക്കെ എങ്ങനെ? ഇപ്പൊ ഞാനൊക്കെ ശരിക്കും പറഞ്ഞാല് 2 ആഴ്ച കൂടുമ്പോഴേ ഒന്ന് കുളിപ്പിക്കുള്ളൂ. ഇന്ന് സമയം കിട്ടില്ല, കുറച്ചെണ്ണുള്ള കാരണം ഒരു ഞായറാഴ്ച ദിവസം കുളിപ്പിക്കുള്ളൂ, ഫ്രീ ഉള്ള ദിവസവും ലീവുള്ള ദിവസവും. അപ്പൊ ഞായറാഴ്ച ദിവസം ഒരു 5-8 എണ്ണത്തെ കുളിപ്പിക്കും, അത് നിർത്തും. അത് കഴിഞ്ഞ് അടുത്ത ഞായറാഴ്ച അതേപോലെ 5-6 എണ്ണത്തെ കുളിപ്പിക്കും. അങ്ങനെയാണ് സാധാരണ ചെയ്യുന്നത്. വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പൊ നമുക്ക് അടുത്ത് മെയിലും ഫീമെയിലും പപ്പീസ് ഉണ്ട്, വിത്തൗട്ടാണ്. അപ്പൊ പപ്പീസിനെ വേണ്ടവർക്ക് കോണ്ടാക്ട് ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ഷെയർ ചെയ്യുക, പിന്നെ കമന്റുകൾ ഇഷ്ടം പോലെ നിങ്ങൾക്ക് പറയാം. ഞാൻ കാണുമ്പോൾ റിപ്ലൈ കൊടുക്കുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമന്റായിട്ട് ഇതാക്കിയാൽ മതി. പപ്പീസ് എന്ന് പറഞ്ഞാൽ വിത്ത് പേപ്പറിൽ ഇതിന്റെ തൊട്ട് മുമ്പത്തെ വീഡിയോ കാണിച്ചതിനകത്ത് 2 ഫീമെയിൽ പപ്പി കിടക്കുന്നുണ്ട്.
പിന്നെ ബ്ലാക്കിലും ഉണ്ട് വൈറ്റിലും ഉണ്ട്, ഓരോ ഫീമെയിൽ പപ്പിയുണ്ട്. പിന്നെ വിത്തൗട്ടില് അമേരിക്കൻ യൂറോപ്യൻ മിക്സിലും കുട്ടികൾ കിടക്കുന്നുണ്ട്. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ബൈ ബൈ.